ഈസി അടിക്കാതെ തന്നെ നമുക്ക് എളുപ്പം ഇതേപോലെ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം. നല്ല ലെയർ പൊറോട്ട. അപ്പോൾ അതുണ്ടാക്കാൻ ഞാൻ ഇതേപോലെ വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു കോഴിമുട്ടയാണ്. കോഴിമുട്ട ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സോഡാപ്പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതേപോലെ 1/2 സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതേപോലെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ നല്ലപോലെ അലിയണം, അതുവരെ ഇതേപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു തവിയാട്ടോ. ഈ തവിയുടെ കണക്കിലാണ് ഞാൻ മാവ് എടുക്കുന്നത്. ഏകദേശം 4 തവി മാവ് ഞാൻ എടുത്തിട്ടുണ്ട്, മൈദ മാവ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചപ്പാത്തിയുടെ അളവല്ല, ചപ്പാത്തിക്കാട്ടിലും കുറച്ചും കൂടെ വെള്ളം കൂടുതൽ വേണം പൊറോട്ടയ്ക്ക്. കുറച്ച് ലൂസായിട്ടിരിക്കണം, ഒരുപാട് ടൈറ്റായിട്ടിരിക്കരുത്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം കുഴയ്ക്കാൻ. ആദ്യമേ വെള്ളം എടുത്ത് ഒഴിക്കരുത്. നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവുണ്ടല്ലോ, ആ ഒരു പരുവത്തിന് വേണം കുഴച്ചെടുക്കാൻ. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡെസ്കിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം ഡെസ്കിൽ കുറച്ച് മൈദയുടെ പൊടി ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ കുഴച്ചില്ലെങ്കിൽ പൊറോട്ട ശരിയാവത്തില്ല. ഇതേപോലെ പിടിച്ച് കൈ വെച്ച് 2 സൈഡിലോട്ടും ഇതേപോലെ തെറ്റിച്ച് കുഴയ്ക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ പൊറോട്ട നല്ല വലിഞ്ഞ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ പൊറോട്ട ഭയങ്കര ടൈറ്റായിട്ടിരിക്കും. അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ ഇത് ചെയ്തിരിക്കണം. ഇതേപോലെ കൈ ഉപയോഗിച്ച് നല്ലപോലെ ഇതേപോലെ ഞെവടി കുഴയ്ക്കണം. ഇപ്പോൾ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം. ഈ പാത്രത്തിൽ തന്നെ നമുക്ക് തിരിച്ചു വെക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. പാം ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ വേണം ഒഴിക്കാൻ. വെളിച്ചെണ്ണ ഓയിൽ ഒഴിക്കരുത്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഏകദേശം ഒരു 1 മണിക്കൂറെങ്കിലും അടച്ചു വെക്കണം. 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ 4 തവി മാവിന് 4 പൊറോട്ട, അതാണ് അതിൻ്റെ ഒരു കണക്ക്. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ, അപ്പോൾ എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈ രീതിയിൽ വേണമെങ്കിൽ താഴേന്ന് മേലോട്ട് മാവ് കുത്തി ഇതേപോലെ ബോളാക്കാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിട്ട് തന്നെ നിങ്ങൾക്ക് ബോളാക്കാം. 2 ആയാലും 1 തന്നെ ഇതേപോലെ ബോളാക്കി നമുക്ക് മാറ്റാം. 4 ബോളും നമ്മൾ ഒരേ ലെവലിന് പിടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് വീണ്ടും നമുക്ക് ഓയിൽ ഒഴിച്ച് 1 മണിക്കൂറെങ്കിലും വീണ്ടും വെക്കണം. നിങ്ങൾ സോഡാപ്പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഏകദേശം 1 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്കെല്ലാം കൂടെ റെഡിയായിട്ട് കിട്ടും. പൊറോട്ട പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ നമ്മൾ മുട്ട ചേർത്തുകൊണ്ട് 1 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ നല്ലതുപോലെ ഇതേപോലെ ഓയിൽ കൈ വെച്ച് തേച്ച ശേഷം വീണ്ടും നമുക്ക് അടച്ചു വെക്കാം. ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഓരോ ബോളായിട്ട് എടുത്ത് ഇതേപോലെ നല്ലപോലെ ഡെസ്കിൽ എണ്ണ തേച്ചിട്ട് വേണം ഇതേപോലെ ആക്കിയെടുക്കാൻ. ഇല്ലെങ്കിൽ വിരിഞ്ഞ് കിട്ടത്തില്ല, ഡെസ്കിൽ കയറി ഒട്ടിപ്പിടിക്കും. ഇനി നിങ്ങൾക്കൊരു ചപ്പാത്തിക്കോല് മതി. അല്ല, നമ്മൾ വീശി അടിക്കുന്നില്ല കേട്ടോ. ഒട്ടും ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ചപ്പാത്തിക്കോല് കൊണ്ട് നല്ലപോലെ അങ്ങ് പരത്തുക. എത്ര പരത്താൻ പറ്റുമോ അതേപോലെ അങ്ങോട്ട് പരത്തുക. എന്നിട്ട് കുറച്ച് എണ്ണയും കൂടെ അതിൻ്റെ മുകളിലോട്ടൊന്ന് ചെറുതായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കൈ വെച്ച് ഇതേപോലെ ഒന്ന് തടവണം. എന്നിട്ട് കുറച്ച് മൈദപ്പൊടിയും കൂടി ഇതേപോലെ ഇട്ട് കൊടുക്കണം. നല്ലപോലെ അതും ഒന്ന് തടവി കൊടുക്കണം. എന്നിട്ട് നമ്മുടെ സ്പൂണോ അല്ലെങ്കിൽ ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ കത്തി ഉപയോഗിച്ച് നീളത്തിൽ ഒന്ന് വരഞ്ഞു കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ 2 സൈഡിൽ നിന്നും മാവ് ഇതേപോലെ പതുക്കെ അടുപ്പിച്ച് കൊടുക്കണം. ഇതേപോലെ ഒന്ന് അടുപ്പിച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഇത് ഒരു സൈഡിൽ നിന്ന് ചുറ്റി വരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 2ആയിട്ട് മടക്കി ഇട്ടിട്ട് ചുറ്റാം, അല്ലെങ്കിൽ ഒറ്റ ഇതിൽ ഇതേപോലെ ചുറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ പൊറോട്ട ചുറ്റി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 4 നമ്മൾ ഇതേ രീതിയിൽ തന്നെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചപ്പാത്തി കല്ലോട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാം. കുറച്ച് എണ്ണ ഇതേപോലെ തൂത്ത് കൊടുത്തിട്ട് കൈ ഉപയോഗിച്ച് തന്നെ പരത്താം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തിക്കോൽ ഉപയോഗിച്ച് പരത്താം. എങ്ങനെയാണെങ്കിലും മതി. ഒരുപാട് അങ്ങ് കട്ടി കുറയ്ക്കാനും പാടില്ല, എങ്കിൽ ഒരുപാട് കട്ടിയും പാടില്ല. ഇനി നല്ലപോലെ എണ്ണ ഒഴിച്ചു കൊടുത്ത് വേണം കേട്ടോ ചൂടാൻ. ഈ എണ്ണയിൽ പിശുക്കത്തിലൊന്നും കാണിക്കരുത്. പൊറോട്ടയ്ക്ക് എണ്ണയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. നല്ലപോലെ ഇതേപോലെ 2 സൈഡ് എണ്ണ ഒഴിച്ചിട്ട് ഇതേപോലെ നല്ല സ്വർണ്ണ കളറാവുന്ന വരെ ഇട്ട് തിരിച്ച് മറിച്ചിട്ട് ചുട്ടെടുക്കണം. ഇപ്പോൾ നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി പൊറോട്ട നല്ലപോലെ ഒന്ന് അടിച്ചും കൂടെ കൊടുക്കാം. ഇപ്പോഴേ നിങ്ങൾക്ക് കാണാം ലെയറൊക്കെ നല്ലതായിട്ട് തിരിഞ്ഞ് വരുന്നുണ്ട്. നല്ല ലെയറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും.